Hello. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ടുഡേസ് പരിപാടി ഈസ് തമ്മിൽ കണ്ട പോലെ US visitor visa. Mr. Shaiju Shah has already completed his interview and he got his visa for US. Visitor visa ആണ് B1 B2. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ദിസ് വീഡിയോസ് കണ്ടന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് തൊട്ട് തുടങ്ങാം. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് DS-160 ഫോം US കോൺസുലേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് DS-160 ഫോം ഫിൽ ഔട്ട് ചെയ്യുക. ഇറ്റ് വിൽ ആസ്ക് ഫോർ ഓൾ ഓഫ് ഡീറ്റെയിൽസ്. നമ്മൾ എവിടെ റിസൈഡ് ചെയ്യുന്നു, വാട്ട്സ് ആർ കറന്റ് സ്റ്റേറ്റസ് ഇൻ കാനഡ, ബ്ലാ 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 എല്ലാം ചോദിച്ചു കഴിഞ്ഞ് വി ഹാവ് ടു സബ്മിറ്റ് ദ ഫോം. വിൽ ഗെറ്റ് എ കൺഫർമേഷൻ പേജ്. And we have to make the fee payment, $175. That is $250 Canadian payment. നമ്മൾ ഈ DS-160 ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പേ ചെയ്യണം. അതാണ് ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ആസ് എ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആൻഡ് എ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓർ വർക്ക് പെർമിറ്റ് ഹോൾഡറോ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും ദിസ് വിൽ ബി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് we would have to do as an Indian passport holder. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തു. ലാസ്റ്റ് ഇയർ 2023 ഒക്ടോബറിലാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഡേറ്റ് ഒക്ടോബറിൽ ചെയ്തപ്പോൾ ഡേറ്റ് കിട്ടിയത് 2025 ഓഗസ്റ്റിൽ. 2025 ഓഗസ്റ്റിലേക്കാണ് രണ്ടുപേർക്കും കിട്ടിയത്. പിന്നെ ഞങ്ങൾ രാത്രി കുത്തിയിരുന്ന് കുറേ റീസ്കെഡ്യൂളൊക്കെ ചെയ്ത് അവസാനം രണ്ടുപേർക്ക് രണ്ട് ഡേറ്റ് ആയിരുന്നുള്ളൂ. സ്റ്റിൽ വി ഗോട്ട് എ ഏർലിയർ ഡേറ്റ്. His was on June 4th. എൻ്റെ വരുന്നുള്ളൂ എൻ്റെ ഓഗസ്റ്റിൽ. So I can't really help with any kind of information. So let's ask him what he did there for the interview. Okay? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്താ? ഓക്കെ. അപ്പം അങ്ങനെ ഡേറ്റ് കിട്ടി. ജൂൺ 4th ആണ് നമുക്ക് ഏർലിയസ്റ്റ് കിട്ടിയത്. റീസ്കെഡ്യൂൾ ചെയ്തിട്ട് ഏർലിയസ്റ്റ് കിട്ടിയത് June 4th ആണ്. അപ്പോൾ ഞങ്ങളുടെ നേരത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ദാറ്റ് ഹി ടുക്ക് ഫോർ ദ ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് എന്തൊക്കെയായിരുന്നു ഡോക്യുമെന്റ്സ്? ഒന്ന് നമ്മുടെ DS-160 ഫോം, കൺഫർമേഷൻ പേജ് മസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഇമെയിൽ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. അവര് നമുക്ക് ഇന്ന ടൈമാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡേറ്റും ടൈമും അതിന്റെ ഒരു മെയിൽ കോപ്പി. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ഫോട്ടോ വെരി ഇമ്പോർട്ടന്റ് ആണ്. പാസ്പോർട്ട് ഫോട്ടോയുടെ ഡിമെൻഷൻസ് 5 centimeters by 5 centimeters or 2 by 2 inch. ആൻഡ് അതിന്റെ ഫോട്ടോയുടെ ബാക്കിൽ ഡേറ്റിന്റെ സ്റ്റാമ്പ് ഉണ്ടാവണം. വിത്തിൻ പാസ്റ്റ് 6 months ആയിരിക്കണം ഫോട്ടോ എടുത്തിട്ടുണ്ടാവേണ്ടത്. എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം? പെർമനന്റ് റെസിഡൻസ് കാർഡ് ഓർ വാട്ട് എവർ ഡോക്യുമെന്റ് ദാറ്റ് ക്യാൻ ഷോ ദാറ്റ് വാട്ട് സ്റ്റേറ്റസ് യു ഹാവ് ഇൻ കാനഡ. ഇപ്പോൾ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ അത്, സ്റ്റഡി പെർമിറ്റ് ആണെങ്കിൽ അത്, PR കാർഡ് ഉണ്ടെങ്കിൽ അത്. പിന്നെ ഞങ്ങൾ എടുത്തത് ടു ഷോ വാട്ട് ഹി ഡസ് ഇൻ കാനഡ. അതിന്റെ കാര്യങ്ങൾ, ദാറ്റ് ജോലി, ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ് ആണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്ക് ആവില്ല, തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ തെളിയിക്കുക. അതെ, എങ്ങനെയെങ്കിലൊക്കെ അവർ പറഞ്ഞു കൺവിൻസ്. ചിലപ്പോൾ അത്രയും ഡീപ്പായിട്ട് അവർ പോവും, ചിലപ്പോൾ അവർ അങ്ങനെ പോവില്ല. അവരൊറ്റ ക്വസ്റ്റ്യനിൽ അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതാണ് പരിപാടി. ഓക്കെ. സോ എവിടെയായിരുന്നു മറ്റേ ഇന്റർവ്യൂയുടെ ലൊക്കേഷൻ? യെസ്, ടൊറന്റോയിൽ തന്നെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു. എനിക്ക് കറക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴായിരുന്നു ടൈം? 8 മണിക്കായിരുന്നു. പാർക്കിങ്ങും ഞാൻ പോയിണ്ടായിരുന്നില്ല. സോറി, നമുക്കൊരു സ്ലോട്ട് ടൈം തരും അവര്. ഇപ്പൊ ഒരു 8 മണിയാണെന്ന് വെച്ചോ, എനിക്ക് കിട്ടിയത് 8 മണിയാണ്. പക്ഷെ നമ്മള് 8 മണിക്ക് കറക്റ്റ് ആയിട്ട് ചെല്ലണം അങ്ങനെയല്ല. ചിലപ്പോ ഒരു 7:30 മുതലേ വിളിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഒരു 7:15 മുതലേ അവര് വിളിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ടൈം എപ്പോഴാണോ അതിലും ഒരു മണിക്കൂറിന് മുമ്പേ നിങ്ങൾ അവിടെ ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ പരിപാടി. കാര്യം കാമായിരിക്കും. പിന്നെ ആ ഒരു ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, കുറച്ച് പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണ്.
പിന്നെ പ്ലാസകൾ ഉണ്ട് പാർക്ക് ചെയ്യാൻ. പക്ഷെ ആ പ്ലാസകൾ ചിലപ്പോൾ ഇപ്പൊ എനിക്ക് 8 മണിക്ക് കിട്ടിയോട്ട് ഞാനൊരു 6 മണിക്കൊക്കെ ആയിട്ട് അവിടെ എത്തി. ആറല്ല ഒരു 6:30 ആയപ്പോൾ അവിടെ എത്തി. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ സമയം കൊണ്ട് എനിക്ക് പാർക്കിങ്ങിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കോളന്നില്ല. ചിലപ്പോൾ ഒരു 11 മണിക്ക് 10 മണിക്കൊക്കെ ഉള്ള ആൾക്കാർ 10 മണിക്കുള്ള ആൾക്കാരെ വെച്ചാൽ വണ്ടികൾ ഫുള്ളാണ്. അത് $10-25 ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് സെറ്റാണ്. നമ്മൾ പോയി ഇപ്പൊ പാർക്കൊക്കെ ചെയ്ത് സംഭവം ചെയ്ത് അവിടെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും കേറ്റൂല. സ്മാർട്ട് വാച്ച് അടക്കം കേട്ടില്ല, ഇലക്ട്രോണിക്കിന്റെ ഒരു സാധനം കേട്ടില്ല, മൊബൈൽ കേട്ടില്ല, ബാക്കിയുള്ള അതെല്ലാം നമ്മൾ കാറിൽ വെക്കണം. നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒരൊറ്റ ഫയൽ മാത്രം എടുക്കുക. ബാക്ക് പാക്ക് പോലും സമ്മതിക്കില്ല. അവിടെ വെക്കാൻ സ്ഥലമുണ്ടോ അതോ ഇല്ല, നമ്മുടെ കാറിൽ വെക്കണം അത്. അവിടെ വെക്കാൻ സ്ഥലമില്ല. ഇല്ല, അവിടെ വെക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്, അവർ സമ്മതിക്കില്ല. ഇന്റർവ്യൂവിന് ഇപ്പൊ നമ്മുടെ പേര് വിളിക്കാണോ ചെയ്യാതെ നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യാണോ? നമ്മൾ അതിന്റെ കൗൺസിലേറ്റിന്റെ പുറത്തെത്തുമ്പോൾ തന്നെ അവിടെ തിരക്കായിരിക്കും. അതായത് ഇങ്ങനെ ലൈനിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, സെക്യൂരിറ്റി നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. 8:15 വരെയുള്ള അല്ലെങ്കിൽ 8:30 വരെയുള്ള ഇൻടേക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. സത്യം അത്ര ഉള്ളൂ. അത് വലിയൊരു സംഭവമൊന്നുമില്ല. അത് അവിടെ വരുന്നതിനനുസരിച്ചിട്ടാണ്. അവരൊരു ഇത്ര ടൈം വെച്ചിട്ട് ഒരു സ്ലോട്ട് വെച്ചിട്ട് ആളെ കയറ്റുക. പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണ് അതിന്റെ ഫ്രണ്ടിലത്തെ പരിപാടി. അതൊന്നും അത്ര വലിയ. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഉള്ളിൽ കയറിയ എന്താ നമ്മൾ ആദ്യം ചെയ്യാം? ഉള്ളിൽ കയറിയ 3 പ്രോസസ് ഉണ്ട് മൊത്തം. ടോട്ടൽ 3 പ്രോസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പാസ്പോർട്ട്, പിന്നെ നമ്മുടെ സ്റ്റാറ്റസിന്റെ ഒരു കോപ്പി. അതായത് PR ആണെന്നുണ്ടെങ്കിൽ PR കാർഡ്, വർക്ക് പെർമിറ്റ് ആണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്, സ്റ്റുഡന്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ഡോക്യുമെന്റ്, ഇതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇത് രണ്ടുപേരും വെരിഫൈ ചെയ്യും. പിന്നെ ഫോട്ടോ അവര് കൊടുന്ന് സ്കാൻ ചെയ്യും. ഒറ്റ ആ ഒരു കൗണ്ടറിൽ നിന്നാണ് ഈ 3 കാര്യങ്ങൾ നടക്കുന്നത്. ആ ഒരു കൗണ്ടറിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വേണ്ട സാധനം ഈ 3 സാധനങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് കൗണ്ടറിലേക്ക് പോകും. സെക്കൻഡ് കൗണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ബയോമെട്രിക്സ്, അതായത് മീൻസ് ഫിംഗർ. ഇല്ല, കണ്ണൊന്നുമില്ല, ജസ്റ്റ് ഫിംഗർ സ്കാൻ ചെയ്യും. അവിടെ വേറെ ചോദ്യങ്ങളും വർത്താനൊന്നുമില്ല. അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കൗണ്ടറിലേക്ക് പോകും. അതിലാണ് ഇന്റർവ്യൂ നടക്കുക. ഇതായിട്ടുള്ള ആൾക്കാരല്ല, കുറച്ച് റൂഡായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല, നൈസായിട്ടുള്ള ആൾക്കാർ. അപ്പോ അവര് നമ്മളെ അടുത്ത് ചോദിക്കുന്ന ഫസ്റ്റത്തെ ചോദ്യം നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ്. അതായത് നിങ്ങൾ സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ള ആളായിരിക്കണം. അപ്പൊ അത് നമ്മളെടുത്ത് ചോദിക്കും. അപ്പൊ അതിനൊരു പ്രൂഫ് കൊടുക്കുക. പിന്നെ നമ്മുടെ പാസ്പോർട്ട്. പാസ്പോർട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഡെഫിനറ്റ് ആയിട്ടും നമ്മളിപ്പോ DS-160 ഫോമില് ഒരു ഡേറ്റ് പറയും. നമ്മൾ വി ആർ പ്ലാനിങ് ടു എൻ്റർ US ബൈ ദിസ് ഡേറ്റ് എന്ന്. ആ ഡേറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും നമ്മുടെ പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവര് അത് റിജക്ട് ചെയ്യും. അപ്പോ മെയിൻ ആയിട്ട് ചോദിക്കുക 2 കാര്യങ്ങളാണ് ഇന്റർവ്യൂല്. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് വിസിറ്റ്. എന്തിനാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് US-ന്റെ, എന്താണ് നമ്മുടെ കാര്യം? ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് പർപ്പസ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളാണ്. ടൂറിസ്റ്റ്. അപ്പോ ടൂറിസ്റ്റ് അപ്പോ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിട്ട് വിസിറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ എവിടെയാണ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ന്യൂയോർക്ക്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്? അപ്പൊ ഇന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ്. അതിന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം വേണം നമുക്ക് പറയാം. കറക്റ്റ് ആയിട്ടൊരു ജോലിയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സോ എന്താ വെച്ചാൽ പറയണം. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യുന്നുള്ള എന്റെ വർക്കും കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. ഇൻകം എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇല്ല. അത് ഈ പറഞ്ഞ പോലെ അവർക്ക് കൺവീനിയന്റ് അല്ലാത്ത ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. അങ്ങനത്തെ പ്രൂഫും ഡോക്യുമെന്റും ഒക്കെ കൊണ്ടുപോവുക, അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ അവര് പറഞ്ഞു വിസ അപ്രൂവ് ആയി, നിങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തോളൂ. പാസ്പോർട്ട് കൊടുത്തു. പിന്നെ അവര് അതിന്റെ അത് അയച്ചു തരുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അതൊരു ഫാസ്റ്റ് പ്രോസസ് ആണ്. ഞങ്ങള് തിരിച്ച പാസ്പോർട്ട് കിട്ടണേന് എന്താ ചെയ്തെന്ന് വെച്ചാൽ
നമ്മൾക്കൊരു പോർട്ടൽ ഉണ്ടാവുമല്ലോ, റീസ്കെഡ്യൂൾ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനൊക്കെ ഇൻ്റർവ്യൂ. ഒരു പോർട്ടൽ പോലൊരു സംഭവം ഉണ്ടാവും. ആ പോർട്ടലിൽ പോയിട്ട് ഞങ്ങൾ പേ ചെയ്ത് $23 പേ ചെയ്തിട്ട് ഒരു ഡെലിവറി സർവീസ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടൊറൻറ്റോയിൽ പോയിട്ട് പാസ്പോർട്ട് പിക്ക് ചെയ്യേണ്ടി വരും കോൺസുലേറ്റിൽ നിന്ന്. അത് വേണ്ട, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണ്ട, വീട്ടിലേക്ക് ഡെലിവർ ആവുകയാണെങ്കിൽ അതല്ലേ എളുപ്പം എന്ന് വിചാരിച്ച് ഞങ്ങളത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു 2 to 3 days മുന്നേ ഡെലിവറി അഡ്രസ്സ് എല്ലാം ഫില്ല് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുക ആ പോർട്ടലിൽ പോയിട്ടാണ്. ഇൻ്റർവ്യൂ US വിസ ഇൻ്റർവ്യൂയുടെ ഒരു പോർട്ടൽ ഉണ്ടാവും. ആ സംഭവത്തിൽ നിന്നാണ് നമ്മളങ്ങനെ ചെയ്തത്. ആൻഡ് മൊത്തം ഈ പ്രോസസ്സിന് എത്ര സമയം എടുത്തുണ്ടാവും? ഒരു അരമണിക്കൂർ എടുത്തുണ്ടാവും. അരമണിക്കൂർ, ഓക്കെ. Alright, so this is how a normal interview in Toronto for US visitor visa is gonna happen. If anybody is preparing for an interview, hope this would be helpful for you guys. Okay, so pray for us, pray for me, and interview. So I'll be updating with another video to see if I could share anything more with you. Thank you. Thanks for watching our video.